അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി. പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, ലക്ഷക്കണക്കിന് ആളുകൾ, വിശ്വാസികളായ ആളുകൾ ആത്മീയാചാര്യനായി കണക്കാക്കുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ചരിത്രവും വ്യക്തിപരമായ ചരിത്രവുമൊക്കെ എക്കാലഘട്ടത്തിലും ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഒരു വിശ്വാസിയുടെ അവിഭാജ്യമായ അവൻ്റെ വിശ്വാസപൂർണതയ്ക്ക് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവൻ്റെ ശരീരത്തെക്കാളും അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അധ്യാപനം നൽകപ്പെടുന്നത്? നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ ലോകത്ത് മറ്റെന്തിനേക്കാളും ഏറെ നമ്മൾ ആ പ്രവാചകനെ സ്നേഹിക്കണമെന്ന് പറയുന്നതിൻ്റെ പിന്നിൽ അതിനു മാത്രം എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ചെയ്തിട്ടുള്ളത് എന്ന ചിന്ത വളരെ പ്രസക്തമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തങ്ങൾ അനുഭവിച്ച ഏത് പ്രയാസങ്ങളും യഥാർത്ഥത്തിൽ അതിലൊന്നുപോലും പ്രവാചകൻ്റെ സ്വന്തം പ്രയാസമായിരുന്നില്ല എന്നതാണ്. 40 വർഷം പ്രവാചകത്വം ലഭിക്കുന്നതിൻ്റെ മുമ്പ് ഏതൊരു മക്കയിലാണോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത്, അതേ ജനത 40 വർഷം തന്നെ പുകഴ്ത്തുകയും തന്നെ സ്വീകരിക്കുകയും തന്നെ ആ നാട്ടിലെ ഏറ്റവും പ്രമുഖനായ പൗരനായി കണക്കാക്കുകയും ചെയ്ത ഒരു സമൂഹം 40ാമത്തെ വയസ്സിന് ശേഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ജന്മനാടിൽ നിന്ന് ഓടിക്കുകയും അത്രയും പ്രയാസപ്പെടുത്തുകയും ദിവസങ്ങളോളം ഗരാവോ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ എന്തായിരുന്നു അതിനുമാത്രം 40 വയസ്സിന് മുമ്പ് ചെയ്യാത്തത് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ പിന്നീട് ചെയ്തത് എന്നതാണ് ചിന്തിക്കേണ്ടത്. പ്രവാചകത്വം ലഭിക്കുന്നതിൻ്റെ മുമ്പും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്യായമായി ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. അന്യൻ്റെ മുതലിൽ നിന്ന് തനിക്ക് അർഹതപ്പെടാത്ത പൈസ ഭുജിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്യായമായി ഒരു നോട്ടം ഒരു സ്ത്രീയെ നോക്കിയിട്ടില്ല. ഒരു നിലക്കുമുള്ള ദുശീലങ്ങളുമില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ 40 വർഷത്തിൻ്റെ ശേഷം പിന്നീട് പ്രവാചകൻ ആ സമുദായത്തിന് മുഴുവൻ ഒരു ഒറ്റപ്പെടുന്നവനായ രൂപത്തിൽ പ്രവാചകൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം എന്തായിരുന്നു? അത് ഒരൊറ്റ കാരണം, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും തങ്ങൾ മനസ്സിലാക്കിയ സത്യം എത്തിച്ചു കൊടുക്കണമെന്ന പ്രബോധന ദൗത്യം ഏറ്റെടുക്കുമ്പോഴാണ് നാട് മുഴുവൻ പ്രവാചകനെതിരെ തിരിയുന്നത്. അന്ന് വരെ പ്രവാചകനെ ഏറെ സ്നേഹിച്ചവർ പ്രവാചകനെ വെറുക്കുന്നത്, അന്ന് വരെ സ്വീകരിച്ചാനയിച്ചവർ പ്രവാചകനെ എറിഞ്ഞോടിക്കുന്നത്. ഈ വിധത്തിലുള്ള ജീവിതത്തിൽ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹിക്കേണ്ടി വന്നിട്ടുള്ള ഏത് പ്രയാസവും അദ്ദേഹം സഹിച്ചത് നമുക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള ബോധ്യമാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ശരീരത്തെക്കാളും ഏറെ ആ പ്രവാചകനെ ഞാൻ ഇഷ്ടപ്പെടാനുള്ള കാരണമായി തീരുന്നത്. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന ദൗത്യം ഏറ്റെടുക്കുന്നതോടുകൂടെ പലപ്പോഴും നമ്മുടെ നാട്ടിലെ പല ആളുകളും വിശദീകരിക്കുന്നത് പോലെ 8ഉം 9ഉം പെണ്ണുങ്ങളെ വിവാഹം ചെയ്ത് സുഖലോലുപതയിൽ ജീവിക്കുന്ന ഒരു ചിത്രമാണ് പ്രവാചകനെ വിമർശിക്കുവാൻ വേണ്ടി പലരും എടുത്തു വെക്കാറുള്ളത്. എന്നാൽ നാം ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം എന്ന ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിൽ തന്നെ എത്ര പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മരം കോച്ചുന്ന തണുപ്പത്ത് പ്രവാചകന് വഹി ഇറങ്ങുന്നത് ഞാൻ കാണാറുണ്ട്. ആ മരം കോച്ചുന്ന തണുപ്പത്തും പ്രവാചകന്റെ നെറ്റിത്തടങ്ങളിൽ നിന്ന് വിയർപ്പ് കടങ്ങൾ പൊടിയാറുണ്ടായിരുന്നു എന്ന്. അങ്ങനെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീൻ്റെ ഓരോ പാഠങ്ങളും മലക്കിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത്. നമ്മുടെ വിശുദ്ധ ഖുർആനിൽ ഉൾക്കൊള്ളുന്ന 6000 ചില്ലാനം ആയത്തുകളും തുടർന്ന് വരുന്ന വിശദീകരണമായ ഹദീസും വഹീൻ്റെ എല്ലാ രൂപങ്ങളും, ഇത്തരത്തിൽ ഓരോ വഹി ലഭിക്കുമ്പോഴും പ്രവാചകൻ എത്ര പ്രയാസം ജീവിതത്തിൽ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതൊക്കെ സഹിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. ഈ സത്യപ്രബോധനം നിർവഹിക്കുന്നതിലാണ്
നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്രയേറെ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നത്? ഇനി ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെച്ചു, എല്ലാ അമ്പിയാക്കൾക്കും അള്ളാഹു കൊടുക്കുന്ന ഒരു പ്രത്യേക അവസരമുണ്ട്. ആ അവസരത്തിൽ അവർ അള്ളാഹുവിനോട് ചോദിക്കുന്ന തേട്ടത്തെ അള്ളാഹു തട്ടിക്കളയുകയില്ല. നിർബന്ധമായും ഉത്തരം കൊടുക്കുന്ന ഒരു അവസരം എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടാകും. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുൻകഴിഞ്ഞു പോയ മുഴുവൻ അമ്പിയാക്കളും അവരുടെ അവസരങ്ങൾ ദുനിയാവിൽ വെച്ച് തന്നെ പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിട്ടപ്പോൾ അവർ ഉപയോഗിച്ചു കഴിഞ്ഞു. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ അവസരത്തെ നാളെ പരലോകത്ത് വെച്ച് ഉമ്മത്തിൽ ശേഷിച്ചു വരുന്ന നമ്മെപ്പോലെയുള്ള പിൻഗാമികളായ ആളുകൾ നാം അറിഞ്ഞും അറിയാതെയും ചെയ്തു പോകുന്ന പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടി, മുജ്രിമീങ്ങളായ ആളുകളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മുന്നിൽ ശഫാഅത്തിന് വേണ്ടി ആ അവസരം മാറ്റിവെച്ചിരിക്കുന്നു എന്ന മാസങ്ങളോളം ഗരാവോ ചെയ്യപ്പെട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ അവസരം ഉപയോഗപ്പെടുത്താമായിരുന്നു. ത്വായിഫിലേക്ക് ആരെങ്കിലുമൊക്കെ സഹായിക്കും എന്ന പ്രതീക്ഷയോടുകൂടെ ത്വായിഫിലേക്ക് പോയി അവിടെയും ഏറും തല്ലും പ്രയാസങ്ങളുമായി സങ്കടത്തോടെ തിരിച്ചു വരുമ്പോഴും പ്രവാചകന് ആ അവസരം ഉപയോഗപ്പെടുത്താമായിരുന്നു. ഉഹദിൽ പ്രവാചകനെ സംരക്ഷിക്കാൻ 8-9 ആളുകൾ മാത്രമായി ചുരുങ്ങി പ്രയാസങ്ങളേറെ സഹിക്കേണ്ടി വന്ന ഘട്ടങ്ങളിൽ പ്രവാചകൻ ഈ അവസരം ഉപയോഗപ്പെടുത്താമായിരുന്നു. നമ്മുടെ പ്രവാചകൻ അവിടെയൊന്നും അത് ഉപയോഗിക്കാതെ നമുക്ക് വേണ്ടി ആ അവസരത്തെ മാറ്റിവെച്ചു എന്നതാണ് നമ്മൾ അറിയുന്നത്. അതൊക്കെ അറിയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെക്കാളേറെ സ്നേഹിച്ചതാണ് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ടാണ് ബദർ അദ്ദേഹം സാക്ഷിയായത്, ഉഹദ് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നത്, പ്രയാസങ്ങൾ അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നത്. ആ നിലക്കാണ് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പകർത്താൻ മാത്രം പാഠങ്ങൾ ബാക്കി വെച്ച പ്രവാചകന്റെ ജീവിതത്തെ നമ്മൾ അനുധാവനം ചെയ്യുന്നത്. 8-9 വിവാഹം കഴിച്ചു എന്ന് മാത്രം പറഞ്ഞു വെക്കുന്നവർ, അവർ പഠിക്കേണ്ട ചില വസ്തുതകൾ കൂടെയുണ്ട്. 9 ഭാര്യമാരെ വിവാഹം ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം ഒരു തവണ മാത്രമാണ് കന്യകയായ, മുന്നേ ഒരു പുരുഷനും സ്പർശിച്ചിട്ടില്ലാത്ത കന്യകയായ ഒരു സ്ത്രീയെ തൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരങ്ങളുടെ നേതാവാണ്. പ്രവാചകനൊന്ന് അരുളിയാൽ മദീനത്തെ ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീകളെ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ പ്രവാചകന്റെ അരികിലേക്ക് ഭാര്യയായി സ്വീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. പക്ഷേ അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്ത്രീ ലംബടനായിരുന്നുവെങ്കിൽ, അദ്ദേഹത്തിന് ജീവിതത്തിൽ ഭോഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യമെങ്കിൽ, അദ്ദേഹം ഒന്ന് ആശിച്ചാൽ, ഒന്ന് മൂളിയാൽ സൗന്ദര്യവതികളായ സ്ത്രീകളെ തൻ്റെ കിടപ്പറയിലേക്ക് കൊണ്ടുവരാമായിരുന്നു. പക്ഷെ പ്രവാചകൻ അത് ചെയ്തിട്ടില്ല എന്നതാണ്. അതിലൂടെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ആ മഹത് വ്യക്തിത്വത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, നമ്മൾ സ്നേഹിക്കുന്നു. നമ്മുടെ ജീവിതത്തെക്കാളേറെ ആ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കുന്നു. സ്വഹാബത്ത് ഉഹദിൻ്റെ രണാങ്കണത്തിൽ അവരുടെ ശരീരം ചിലവഴിച്ച് ശരീരത്തിൽ വേദനകൾ പേറിയാണ് പ്രവാചകന്റെ ശരീരത്തെ സംരക്ഷിച്ചതെങ്കിൽ, നമ്മുടെ ആയുസ്സുള്ളത് കാലത്തോളം, നമ്മുടെ കൊക്കിൽ ജീവനുള്ള കാലത്തോളം ഈ പ്രവാചകന്റെ ആദർശത്തെ സംരക്ഷിക്കുവാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ. അതിനുവേണ്ടി നമ്മൾ ചിന്തിക്കണം, നമ്മൾ പ്രവർത്തിക്കണം, അതിനുവേണ്ടി കരുക്കൾ നമ്മൾ നീക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സത്യാദർശം ഉൾക്കൊള്ളുവാനും അത് പ്രചരിപ്പിക്കുന്നതിൽ പ്രതിഫലം കണ്ടെത്തുവാനും ഉൾക്കൊള്ളുന്ന തൗഫീക്ക് ലഭിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന ഫി കുല്ലി മക്കാൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.